തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അയ്യോ, എന്താടി? അയ്യോ, കിരണ, ഒരു പ്രശ്നമുണ്ട്, വന്നേ. എന്താടി, എന്താ പ്രശ്നം? ഇവളേതെങ്കിലും ഗോസ് ഫീലിംഗ് കണ്ടിട്ട് പേടിച്ചാണ്. എടി, അതൊന്നുമല്ല. ആരവനെ പറ്റി ഒരു ന്യൂസ്. ന്യൂസോ? എടാ, എന്ത് ന്യൂസാ? ദേ നോക്ക്. അയ്യോ, ദൈവമേ, ഇത് ആരവിനെ പറ്റിയാണല്ലോ. അത് നിർത്ത്, കാണണ്ട. എന്നെപ്പറ്റി എന്താ ന്യൂസ്? നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ന്യൂസാ. പോലീസ് നാട് മുഴുവൻ നിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുക. ന്യൂസ് ചാനലെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിന്റെ ഫോട്ടോയും വാർത്തയും പോലീസ് കൊടുത്തിരിക്കുക. അപ്പൊ പിടികൂടാനായി പോലീസ് വലവിരിക്കുക മാത്രമല്ല, ആ വല മുറുക്കി തുടങ്ങിയല്ലേ? നീ ടെൻഷൻ ആവാതെ. ഇത് കണ്ടിട്ടൊന്നും നീ പേടിക്കണ്ട, ഞങ്ങളില്ലേ നിന്റെ കൂടെ. ഇവന്റെ ലുക്കൌട്ട് നോട്ടീസിനേക്കാളും അപകടം പോലീസിന്റെ മറ്റൊരു തന്ത്രവാ. ഇവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പോലീസ് 5 ലക്ഷം രൂപ സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുക. അത് വലിയ അപകടമാ. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആരും ഇവനെ ഒറ്റ കൊടുത്തേക്കാം. പണത്തിന് വേണ്ടി നിങ്ങളാരും എന്നെ പോലീസിന് ഒറ്റുകൊടുക്കില്ലല്ലോ. നീ ഞങ്ങളെ അത്തരക്കാരായിട്ടാണോ കണ്ടിട്ടുള്ളത്? ആരവിനെ ഒരു കാരണവശാലും ഇനി പുറത്തിറക്കാനാവില്ല. ഏതെങ്കിലും ഒരു വഴിപോക്കന്റെ കണ്ണിപ്പെട്ടാ പോരെ. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവൻ പിടിക്കപ്പെടും. ഇവനെ നമ്മളിനി എന്ത് ചെയ്യും? കിരൺ, ഇവനിവിടെ സുരക്ഷിതനല്ല. ഇവൻ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവൻ സുരക്ഷിതനായിരിക്കും. വൃന്ദേ, വാക്കുകൾ കൊണ്ട് മറികടക്കാൻ കഴിയുന്ന ഒരു പ്രതിസന്ധി അല്ല ഇത്. എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കിരൺ, ഇങ്ങനൊരു ന്യൂസ് വന്നെന്ന് കരുതി നമുക്ക് ആരവിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അവനെ ഇറക്കി വിടണ്ട, പാവം ഒറ്റയ്ക്കായിപ്പോവും. കുറച്ചു നാളത്തേക്ക് ആരവിനെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് താമസിപ്പിക്കണമെന്ന് വെച്ചാ അതിന് പറ്റിയൊരു സ്ഥലവും നമുക്കില്ലല്ലോ. അവനിവിടെ സുരക്ഷിതനല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് നോക്കണ്ടേ? കിരണേ, ആരവ് ഇവിടെ സുരക്ഷിതനല്ലേ? നീ പറ. ഈ അവസ്ഥയില് അവൻ സുരക്ഷിതനല്ല. അവൻ സുരക്ഷിതനല്ലെങ്കിലും നമ്മൾ അവനെ സംരക്ഷിക്കും. സംരക്ഷിച്ചേ പറ്റൂ. ആരവ്, പോലീസ് പിടിക്കുന്ന നിനക്ക് പേടിയുണ്ടോ?
അക്കാര്യത്തിൽ എന്നേക്കാൾ ഭയം നിങ്ങൾക്കാണല്ലോ. നിങ്ങളുടെ പേടിയാ എന്നെ ടെൻഷനാക്കുന്നത്. നീ ടെൻഷൻ ആവണ്ട. ഇക്കാര്യത്തില് നീ ഭയപ്പെടുകയും വേണ്ട. നിന്നെ സേഫാക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കുക.